നമസ്കാരം. വാർത്തകൾ വിശദമായി. കത്തിജ്വലിക്കുന്ന ഇലക്ഷൻ ചൂടിൽ SPHSS സ്കൂള്. ഈ കത്തിജ്വലിച്ചു നിൽക്കുന്ന ഈ നിമിഷത്തിൽ എതിർ സ്ഥാനാർത്ഥികളില്ലാതെ ജയിച്ചു മുന്നേറുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു. അതിനെപ്പറ്റിയുള്ള തത്സംഗ റിപ്പോർട്ടുമായി നന്ദന നമ്മളോടൊപ്പം ചേരുന്നു. നന്ദന, എന്താണ് അവിടുത്തെ സാഹചര്യം? എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതേപോലെ ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളവരെ പ്രത്യേകം പിടിക്കാൻ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എല്ലാവരും കണ്ടു ചെയ്യാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ ഇത്രയും വലിയ കാര്യം തന്നെയാണ്. നമുക്ക് എല്ലാവരോടും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്താണ് ഈ അതെ, അത് തന്നെ. എല്ലാവർക്കും നല്ല പ്രതീക്ഷയുള്ള ആര് ജയിക്കും ആര് ജയിക്കില്ല എന്ന ഒരു കത്തി തെളിക്കുന്ന നിമിഷം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത്. ഇതിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ നല്ല ലീഡർ ക്ലാസ് ലീഡർ സ്കൂൾ ലീഡർ ഇതിന് പുറകിൽ ചിത്രം പിടിക്കുന്ന മിൻസി ടീച്ചറുമായിട്ട് നമുക്ക് സംസാരിക്കാം. ഇന്ത്യ നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥ ജനാധിപത്യ മോഡലിൽ തന്നെ നമ്മൾ SMV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്താനായി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം കുട്ടികളെല്ലാം വളരെ ആവേശത്തിൽ തെരഞ്ഞെടുപ്പിൻ്റേതായിട്ടുള്ള വളരെയേറെ സീരിയസ് ഇതിന് കാണിക്കുന്നുണ്ടെന്നുള്ളതിൽ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ഏറെ അഭിമാനമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വർഷം 5ാം ക്ലാസ് മുതൽ +1 +2 PHC എല്ലാ കുട്ടികളെയും തെരഞ്ഞെടുപ്പിൻ്റെ സെയിം മോഡൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്ലാസ് റൂമും അത് തന്നെ അങ്ങനെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പം ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് HMനോട് ചോദിക്കാം ഇതിനെ പറ്റിയിട്ടുള്ള നമ്മുടെ ഈ വർഷത്തെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടത്തുന്നത് തികച്ചും ജനാധിപത്യപരമായിട്ടാണ്. കുട്ടികളെല്ലാം വളരെ ആവേശത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. എല്ലാ അധ്യാപകരും ഇവരോടൊപ്പം തന്നെ ഉണ്ട്. കുട്ടികളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഇതോടൊപ്പം സഹകരിക്കുന്നുണ്ട്. എല്ലാ ക്ലാസ്സിലും ബാലറ്റ് പേപ്പറും ഒക്കെ ഇലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള നല്ല സഹകരണം. ടീച്ചറോട് കൂടെ കുറച്ച് ചോദിക്കണം. നമുക്കിനി പ്രിസൈഡിംഗ് ഓഫീസറിനോട് ഇതിനെ പറ്റി എന്താ പറയാനുള്ളത് ചോദിക്കാം. അതെ, ഇതിപ്പം എല്ലാവരും ഇതേ ഒരു മറുപടി നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഭയങ്കര ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന സമയമാണ്. അപ്പൊ നമുക്കിവിടെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം. അടുത്തായിട്ട് നമ്മളുടെ പ്രിൻസിപ്പലിന്റെ അടുത്താണ് ചോദിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഇലക്ഷന്റെ കാര്യങ്ങൾ. നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടെ പ്രിയ വിദ്യാർത്ഥികളൊക്കെ പങ്കാളികളാകുകയും അതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ടാകുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. നാളത്തെ നമ്മുടെ ഇന്ത്യയെ നയിക്കേണ്ടതും അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ നമ്മുടെ പുതിയ കുട്ടികളുടെ പുതിയ തലമുറയുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് സ്കൂളിൽ വളരെ പ്രാധാന്യത്തോടെയാണ് ഇത്തവണ അത് ചെയ്യുന്നത്. നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ
പിൻസി ടീച്ചർ ആണ് അതിന് നേതൃത്വം കൊടുത്ത എല്ലാ ക്ലാസ്സിലും അതിനെ സംബന്ധിച്ച് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ സാഹിത്യ സമാജത്തിലെ എല്ലാ അംഗങ്ങളും അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഇലക്ഷൻ അനുഭവം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകട്ടെ, ജനാധിപത്യത്തിന് ശക്തി പകരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ ഈ പരിശ്രമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ ഇലക്ഷന് മുമ്പിലാണ്. അപ്പോൾ ഇവിടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഇവിടെ ചോദിച്ചറിയാം. പറയാനുള്ളത് പോളിംഗ് ഓഫീസർ പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. വോട്ടുകൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ പോളിംഗ് ഏജന്റുമാരാണ്. ഇവിടെ ഇലക്ഷൻ തുടങ്ങിയിട്ടില്ല, എല്ലാവരും അവിടെ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ഷൻ തുടങ്ങുന്നത് നമുക്ക് അടുത്ത AP സെക്ഷനിലേക്ക് പോവേണ്ടതാണ്. ഹയർ സെക്കൻഡറി സ്ഥാനാർത്ഥിയുടെ കൂടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഇദ്ദേഹത്തിനോട് ചോദിച്ചേക്കാൻ അറിയാം എന്നാണ് ഇപ്പോഴത്തെ ആളുടെ അവസ്ഥ. നമുക്ക് ചോദിച്ചറിയാമെന്നാണ് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ടെൻഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്താണ് ജയിക്കുമോ അപ്പോൾ ഇവരുടെ ശുഭപ്രതീക്ഷ കൈവിടാതെ നോക്കാം. നല്ല തിരക്കുണ്ട്, കുറേ പേര് വന്നിട്ട് പോയി തിരക്ക് കാരണം. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും പ്രതീക്ഷ അതേപോലെ എനിക്ക്. അപ്പം നമുക്കിവിടെ ശ്രീലക ടീച്ചറുണ്ട്. ശ്രീലക ടീച്ചറോട് ചോദിച്ചാൽ വളരെ നന്നായിട്ട് പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇലക്ഷൻ നടക്കുന്നുണ്ട്. എല്ലാവരും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് അവരെ വോട്ട് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാം നന്നായിട്ട് പോകുന്നു. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ എല്ലാവർക്കും ഒരു പ്രതീക്ഷ തന്നെയാണ് ജയിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ഹ്യൂമാനിറ്റീസിലെ കാൻഡിഡേറ്റിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കാൻഡിഡേറ്റ് എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? പ്രതീക്ഷ. അപ്പം പ്രതീക്ഷ ഒട്ടും എന്താ ചോരാതെ വളരെ മുന്നോട്ട് പോവുക. ഓക്കെ, ഇലക്ഷനാണ് നടക്കുന്നത്. അടുത്ത വേറെ ഇവിടെ വളരെയധികം ജനക്കൂട്ടമുള്ളത്. എന്താണ് പറയാനുള്ളത്? നല്ലതാണ്. എന്താണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കാര്യമായിട്ട് നടക്കുന്നുണ്ടോ? എങ്ങനെയാണ് താങ്കളുടെ അഭിപ്രായം എന്ന് പറഞ്ഞേ? നന്നായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും വിളിക്കും. പറഞ്ഞു. പേരിന് നേരെ ഇവിടെ വരൂ. ഇടത്തേക്കാണ് ഇടത്തേക്കാണ്.
നമുക്ക് മനസ്സിലാക്കാം. തെരഞ്ഞെടുപ്പ് പറയടാ. പറഞ്ഞു നമ്മള് വോട്ട് ചെയ്യുന്നൊരു രസമാണ്. തെരഞ്ഞെടുപ്പ് അതിമനോഹരമാണ്, സൂപ്പറാണ്, അടിച്ചു പൊളിക്കുകയാണ്. അതെ, ഇവിടുത്തെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവർ ഭയങ്കര സന്തോഷത്തിലും ഉത്സാഹത്തിലും അതിന്റെ എക്സൈറ്റ്മെന്റിലും ഒക്കെയാണ് നിൽക്കുന്നത്. അത് ഈ ക്ലാസ്സിൽ തെരഞ്ഞെടുപ്പ് ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വിവരങ്ങൾ, ഇവിടുത്തെ സ്ഥാനാർത്ഥി ആരാണ് ഇവിടെ മത്സരിച്ച് ജയിച്ചിരിക്കുന്നതാണ് നമുക്ക് അധികം നിമിഷങ്ങൾക്ക് അതും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കഴിഞ്ഞപ്പോൾ മക്കളോടൊക്കെ ചോദിക്കാനായിട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? ഭയങ്കര ആവേശകരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. പക്ഷേ ഒരു സ്ഥാനാർത്ഥി വന്നിട്ടില്ല, അതാണ് പ്രശ്നം. പനിയായിട്ട് അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ ആ സ്ഥാനാർത്ഥിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വെച്ച് നമ്മളിപ്പോൾ വോട്ടെണ്ണാൻ പോവുകയാണ്. അപ്പം വളരെ ശക്തിയേറിയ ഒരു മത്സരമായിരുന്നു. എല്ലാ കുട്ടികളും അതിൽ പങ്കെടുത്തു. അതാണ് വിജയം. പിന്നെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് നമുക്കിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് സെക്രട്ടറിയോട് ചോദിക്കാം, എന്താണ് പറയാനുള്ളത്? കുട്ടികളെ ജനാധിപത്യപരമായ രീതിയിൽ തന്നെ അവർക്ക് വിദ്യാലയങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന തരത്തിലുള്ള അറിവുകൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യപരമായ രീതിയിൽ തന്നെ വോട്ടിംഗ് സമ്പ്രദായം പൂർത്തിയാക്കിയിട്ടുണ്ട്. 2 സ്ഥാനാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ തന്നെ കുട്ടികൾ അവരവർക്ക് കൊടുത്തിരിക്കുന്ന റൂളുകൾ പൂർണ്ണമാക്കിയിട്ടുണ്ട്. പോളിംഗ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ വനിതാ ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു, പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. കൃത്യമായി ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് വോട്ടിംഗ് സമ്പ്രദായം നടത്തിയിട്ടുള്ളത്. SNV ഹയർ സെക്കൻഡറി സ്കൂൾ VHS സ്കൂളിൻ്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത 7 കാൻഡിഡേറ്റ്സ് ഉണ്ടെന്നുള്ളതാണ്. ആവേശത്തോടു കൂടിയാണ് ഈ ക്ലാസ്സിലെ കുട്ടികളെ എടുത്തു പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ ക്ലാസ്സിലെ 7 കാൻഡിഡേറ്റ്സ് ആരാ മക്കളെ? 7 കാൻഡിഡേറ്റ്സ്. ഓക്കെ, അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. അപ്പൊ മക്കളെ നിങ്ങൾക്ക് ജയിക്കുമെന്നൊരു ഉറപ്പുണ്ടോ? നിങ്ങളുടെ പ്രതീക്ഷ എങ്ങനെയാണ്? അപ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഉത്സാഹത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് ആദ്യമായിട്ടല്ലേ ഇങ്ങനൊരു സംഭവം, അപ്പൊ അതിനെ പറ്റി നിങ്ങൾക്കൊന്നും പറയാനില്ലേ? വോട്ടെടുപ്പ് നല്ല വോട്ടെടുപ്പാണ്. അപ്പോൾ ഇവിടെ 2 ശ്രേണിമാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 പേരും താഴേക്ക് എത്തി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം വിജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? അപ്പോൾ പ്രതീക്ഷ പോലെ തന്നെ പ്രതീക്ഷ കൈവിടാതെ പോകും. അതായത് ഈ കുട്ടി പറഞ്ഞേക്കുന്നത് അച്ഛനും അമ്മയും വോട്ട് ചെയ്തിട്ട് വരുമ്പോൾ വിരലടയാളത്തിലൂടെയാണ് അവർ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ വർഷം അവർക്ക് അഭിമാനത്തോടെ വീട്ടിൽ ചെന്ന് പറയാൻ സാധിക്കും, ഞങ്ങളും വോട്ട് ചെയ്തെന്ന്. അവരുടെ ഓരോ കൈവിരലും അവർ അച്ഛനും അമ്മയും കൊണ്ട് കാണിക്കുമെന്നുള്ള അഭിമാനത്തോടെ. അങ്ങനെയാണോ കുഞ്ഞ്? ഓക്കെ. അർച്ചിതയുടെ പിടിക്കുക. അർച്ചിതയുടെ പ്രാർത്ഥനയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഇലക്ഷൻ വേണ്ട ഒരു കുട്ടിയുടെ ഇലക്ഷൻ.
അവകാശമുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും അതിനൊരു അവസരം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സെക്യൂരിറ്റി വളരെ ഭംഗിയായിട്ട് എല്ലാവരെയും കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ ഒരാൾ ഇവിടെ മഷീൻ ഉണ്ട്. എല്ലാവരും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു. അടുത്ത ആളിനെ വിളിക്കാനുള്ള സമയമായി. അടുത്ത ആളിനെ വിളിക്കുന്നു. ഇലക്ഷൻ കമ്മീഷണർ നമുക്ക് ഇതിനെ പറ്റി അറിയാം. നമസ്കാരം. സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യൂട്യൂബ് ലൈവിലൂടെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ കാണിക്കുന്നത്. വളരെ ആസൂത്രിതമായ കാര്യങ്ങളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് നീങ്ങുന്നത്. എല്ലാ ക്ലാസ്സിലും വളരെ ആവേശകരമായ മത്സരമാണ്. സ്കൂൾ പാർലമെൻറ്റിലേക്ക് ഇനിയും ചെയർമാന്, വൈസ് ചെയർമാന്, സ്കൂൾ ലീഡർ, ഈ തിരഞ്ഞെടുക്കപ്പെട്ട ക്ലാസ് ലീഡർമാരിൽ നിന്ന് 1:30 തെരഞ്ഞെടുപ്പുണ്ടാവും. വളരെ ജനാധിപത്യപരമായ രീതിയിൽ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് സമാനമായി എല്ലാ ക്ലാസ്സുകളിലും കുട്ടികളുടെ പരിപൂർണ പങ്കാളിത്തത്തോടെ, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്, എല്ലാ പ്രക്രിയകളും കുട്ടികളുടെ നേതൃത്വത്തിൽ മാത്രം നടത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത്. നന്ദി. ഇവിടെ ഇപ്പോൾ വലിയൊരു ആവേശത്തോടു കൂടി തന്നെയുള്ള ഇലക്ഷനാണ് സംഭവിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് ഇതൊരു പുതിയ അനുഭവം തന്നെ ആയിരിക്കും. കാരണം അവർ അച്ഛനമ്മമാർ വീട്ടിലുള്ള മനസ്സിലാക്കുന്നു. ഇത്തവണ അവർക്കും വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാം, ഞങ്ങളുടെ സ്കൂളിലും ഇലക്ഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ വോട്ട് ചെയ്തിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അവരോടൊക്കെ തന്നെ ഇതിനെ പറ്റിയിട്ട് ചോദിച്ചറിയാം. മോനെ ഇതിലെന്തെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ മോൻ എന്താണ് പറയാനുള്ളത്? മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചു. മത്സരം നല്ല കാഴ്ചവെക്കാൻ ഓക്കെ. അപ്പോൾ ഈ ഒരു തോൽവിയിൽ ഒരു സങ്കടവും ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ മോനല്ലേ മൂന്നാമത്തെ ഈ ഒരു തോൽവി എന്തെങ്കിലും വിഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ആർക്ക് കിട്ടിയാലും എല്ലാവരും ഹാപ്പിയായിട്ട് ആർക്കൊരു കുഴപ്പമില്ല. അത് ഇപ്പോൾ നമ്മളിപ്പം 9 വീട് മുന്നിലാണ് ഞങ്ങൾ സ്ഥലത്തും ഇല്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദൈവത്തിനെയാണ് ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിനെ ചോദിക്കാൻ അതിനെ പറ്റി പറയാനുള്ളത് ഈ സ്ഥലങ്ങളായി അപ്പൊ നിങ്ങൾക്ക് എന്താ സന്തോഷമൊക്കെ ഉണ്ടോ? സന്തോഷമൊക്കെ ഉണ്ടോ? ഇതാണിപ്പോ ഏതാണ്ട് ആവേശം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 9 വീട് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു സ്ഥലത്ത് മുന്നേറി വന്നിരിക്കുകയാണ്. അതികമായ ഒരു വിജയമാണ് നമ്മളിവിടെ നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിജയം മറ്റാർക്കും തന്നെ ഇതിലൊരു പങ്കുമില്ല. സ്വന്തമായിട്ട് വിജയിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വിജയത്തിൽ എല്ലാവരും പങ്കാളികളായിരിക്കുകയാണ്. നമുക്കിത് ഓരോ ക്ലാസ്സുകളിലും ചോദിച്ചിരിക്കാം.
ടീച്ചേഴ്സോട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ NCC കേഡറ്റിനോട് ചോദിച്ചറിയാം എല്ലാവരും നല്ല സഹകരണമായിരുന്നു ഇതിനോട്. പിന്നെ മിണ്ടായി എന്നൊക്കെ പറഞ്ഞ കേൾക്കുന്നതായിരുന്നു നല്ല സഹകരണമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയായിരുന്നു ഇവിടെ. ഓരോരുത്തരും ഈ ക്ലാസ്സിൽ റിസൾട്ട് അനൗൺസ് ചെയ്തു. അപ്പം ആരാ വിജയി ആരായിരുന്നു? നമുക്ക് ഈ ക്ലാസ്സിലെ ലീഡറിനോട് തന്നെ ചോദിക്കാം. എന്താണ് പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായം. നമുക്ക് ബാക്കിയുള്ള കുട്ടികളോട് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യം ചോദിക്കാം. ആദ്യമേ തന്നെ നമ്മളുടെ ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് തന്നെ നമുക്കിത് ചോദിച്ചറിയാം. വിശദമായിട്ട് ഇലക്ഷൻ നടത്തിയത് കുട്ടികളാണ്. അപ്പോൾ ഇവിടെ ഇലക്ഷൻ എടുത്ത കുട്ടികളുടെ അടുത്ത് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഓരോരുത്തരും നമുക്ക് എനിക്കൊന്നും പറയില്ല. ശുഭപ്രതീക്ഷ 100% വിചാരി കുറഞ്ഞതൊന്നുമില്ല. അതെ, അപ്പോൾ ഇവിടുത്തെ എല്ലാ കുട്ടികളും വളരെ എല്ലാം കൃത്യമായി നടന്നു. നല്ല രീതിയിൽ തന്നെ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് ആരും കുഴപ്പങ്ങളുമില്ല. ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ അല്ലെങ്കിൽ അസംബ്ലി ഇലക്ഷൻ നടത്തുന്ന അതേ രീതിയിൽ തന്നെ ടീച്ചേഴ്സും കുട്ടികളും ചേർന്ന് എല്ലാം വൃത്തിയായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാം. എന്ത് പറയണം, നിങ്ങളെക്കുറിച്ച് ഇത്രയും ഈ ഒരു ഇലക്ഷൻ ഇത്രയും വലിയ വിജയമാക്കി തന്ന ലിറ്റിൽ കൈറ്റ്സിലെ അംഗങ്ങളായ ആരൊക്കെയാണ്? അഭിറാം, ക്യാമറാമാൻ അഭിറാം, പിന്നെ ജോസ്വിൻ, മീനു സാജൻ, നന്ദന ആർ, ഇത്രയും പേർക്കുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചു. വലിയ സംഭവമാക്കി മാറ്റിയ നമ്മുടെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ. നമ്മുടെ ഈ വർഷത്തെ സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെ നടത്താൻ സാധിച്ചു. കുട്ടികളെല്ലാം വളരെ ആവേശത്തോടെ തന്നെ ഇതിൽ പങ്കെടുത്തു. പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കുട്ടികൾ തന്നെ ചെയ്തു. ഇതിനോടൊപ്പം നിന്ന് സഹകരിച്ച HSS ടീച്ചറായ ബിൻസി ടീച്ചർ, അതുപോലെ സാഹിത്യ സമാജം വൈസ് പ്രസിഡന്റ് റാവു സാറ്, ശ്യാം സാറ്, അന്തക്ഷണ സാറ്, അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫും ഇതിനോട് വളരെ നല്ല രീതിയിൽ സഹകരിച്ചു. അതുപോലെ ലിറ്റിൽ കൈറ്റിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെ കൂടി സംഭവങ്ങളെ പറ്റിയില്ല. വളരെ നല്ല രീതിയിൽ കുട്ടികൾ നടത്തി. ഇതിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ എല്ലാം കഴിഞ്ഞു. നല്ല രീതിയിൽ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചു. ടീച്ചറെ എങ്ങനെ ഉണ്ടായിരുന്നു വോട്ടെണ്ണൽ? 5A ഒരേ വോട്ട് കിട്ടി അല്ലേ? 2 സ്ഥാനാർത്ഥികൾക്ക് തുല്യ വോട്ടും നറുക്കെടുപ്പ് വേണ്ടി വന്നു. അപ്പോൾ അത്രയ്ക്ക് നറുക്കെടുപ്പിൽ ആര് ജയിച്ചു സാറേ? നവനീത് ജയിച്ചു. അപ്പം നമ്മുടെ ജനാധിപത്യ രീതിയിലും അത് തന്നെയാണ്. ഒരേ വോട്ട് വന്നാൽ നറുക്കിൽ ആരാണോ ആദ്യം വരുന്നത് അങ്ങനെ വാശിയേറിയ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. സഹകരിച്ച ലൈവ് നൽകിയ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, വലിയ ടീച്ചർമാർക്ക് എല്ലാവർക്കും. ഞാൻ 5Bയിലെ പ്രിസൈഡിംഗ് ഓഫീസറായിരുന്നു. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച ക്ലാസ്സായിരുന്നു 5Bയിൽ. വളരെ ശക്തമായ ഒരു മത്സരമായിരുന്നു അവിടെ നടന്നത്. അവിടെ നിവേദ് സുഭാഷ് വളരെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. കുട്ടികൾ തന്നെ വളരെ ഭംഗിയായിട്ട് ആ ഇലക്ഷൻ നടത്തി. VHSCയുടെ സ്റ്റാഫ് റൂമിന് മുന്നിലാണ് ഇവിടുത്തെ ടീച്ചേഴ്സിനോട് നമുക്ക് വോട്ടിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാം. വോട്ടിന്റെ ആ ഒരു ആവേശം, കുട്ടികളുണ്ടാക്കിയ ആ ഒരു ആവേശം പുതിയൊരു അനുഭവം തന്നെ അല്ലായിരുന്നു എല്ലാ കുട്ടികൾക്കും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോഴത്തെ വോട്ടിംഗ് സമ്പ്രദായത്തെക്കുറിച്ച് വളരെയധികം മനസ്സിലാക്കാൻ കഴിയും. അത് തന്നെയാണ് ഏറ്റവും വലിയ. അപ്പം മറ്റുള്ള ടീച്ചേഴ്സിനോട് കൂടി നമുക്ക് സ്കൂൾ തലത്തിലെ കുട്ടികൾക്ക് ഇലക്ഷനെ പറ്റി ഒരു അവബോധം ഉണ്ടാക്കുന്നത് വളരെ നല്ല കാര്യമായി തോന്നുന്നു.
അപ്പോൾ എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണ് ചോദിക്കാം. പാർലമെന്റ് രീതിയിലുള്ള ഇലക്ഷൻ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ആവേശമായിട്ട് തോന്നി. അവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിരുന്നു ഇത്. എല്ലാം വളരെ സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ നടന്നു. കുട്ടികൾ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ, പിന്നെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തു. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കാനും ഈ ഒരു മത്സരം സുതാര്യമായ രീതിയിൽ നടത്തിയെടുക്കാനും സാധിച്ചു. കുട്ടികളും ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. അപ്പോൾ ഇവിടെ ജയിച്ച സ്ഥാനാർത്ഥികളുടെ അടുത്ത് നമുക്ക് ഇതിനെ പറ്റിയിട്ട് ചോദിച്ചു. അപ്പോൾ എന്താണ് പറയാനുള്ളത് ഈ വിജയത്തിൽ? ഈ വിജയത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ. അതുകൊണ്ട് വേറെ ആരും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചു. അപ്പോൾ അത് സ്വന്തം വിജയമായിട്ടാണ് കാണുന്നത്. 14 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പകുതി ജയിച്ചാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ക്ലാസ് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഈ ഇലക്ഷനെ കുറിച്ചുള്ള അഭിപ്രായം പുതിയൊരു അനുഭവം തന്നെ ആയിരിക്കുമല്ലോ. അതിനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത ആളോട് ചോദിച്ചറിയാം. ഞങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിയായിരുന്നു. ജയിച്ചത് വളരെ സന്തോഷമുണ്ട്. ജയിക്കുന്ന വിചാരിച്ചെല്ലാം ജയിച്ചത് വളരെ സന്തോഷം. നമുക്കപ്പോൾ അടുത്ത ഈ ചേച്ചിയോട് ചോദിച്ചറിയാം. ഞങ്ങളുടെ ക്ലാസ്സിലും ഒരാളെ ഉണ്ടായിരുന്നു. സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം ഇതായിരുന്നു, ലീഡറായിരുന്നു. ഈ വർഷം നമുക്ക് അടുത്ത ആളുടെ അടുത്ത് ചോദിച്ചറിയാം. ഒരു വിജയത്തിൽ എന്താണ് പറയാനുള്ളത്? വിജയിക്കുന്ന ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ നമുക്ക് 12 ക്ലാസ്സിലെ വിജയികൾ നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. ഓരോരോ ക്ലാസ്സിലെ വിജയികൾ നമുക്ക് നേരിട്ട് തന്നെ. എത്ര വോട്ടുണ്ടായിരുന്നു? എന്താ പറയാനുണ്ടായി? ഇതിനെ പറ്റി പറയാനുള്ളത് സന്തോഷമുണ്ട്. ആദ്യമായിട്ട് എല്ലാ ഇലക്ഷനാണ്. നമ്മുടെ ജനാധിപത്യത്തെ സൂചിപ്പിക്കുന്ന ആണ് സ്കൂളിലെ ആണെങ്കിലും പാർലമെന്റ് ഇലക്ഷൻ. അത് ഈ രീതിയിൽ നടത്തിയതിന് ഒരുപാട് നല്ല നമ്മുടെ കേരള ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ഒക്കെ ഏത് ഗവൺമെന്റ് ആണെങ്കിലും ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ഇലക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് നടത്തുന്നത്. അപ്പോൾ ആ സെയിം രീതിയിലാണ് ഇവിടെ ഇപ്രാവശ്യം ഇലക്ഷൻ നടന്നത് നമ്മുടെ സ്കൂളിൽ. അതിനെ ഒരുപാട് നല്ല രീതിയിലാണ് ഞാൻ ഹ്യൂമാനിറ്റീസിൽ ഇലക്ഷൻ നടത്തിയത്. ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഇലക്ഷൻ നടക്കുകയുണ്ടായി. നമ്മുടെ ബാലറ്റ് ബോക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ക്യാമ്പിനൊക്കെ ഉണ്ടാക്കി പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസേഴ്സും ഒക്കെ ഇരുന്ന് വളരെ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ യഥാർത്ഥ ഇലക്ഷൻ്റെ ഒരു മിനിയേച്ചർ എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഇലക്ഷൻ നടക്കുകയുണ്ടായി. അപ്പം നല്ല ഇലക്ഷനായിരുന്നു. സ്ഥാനാർത്ഥികളൊക്കെ നന്നായിട്ട് പിന്നെ എന്താ ക്യാമ്പയിനിങ് ഒക്കെ നടത്തിയിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. മിക്കവാറും സ്റ്റുഡൻസ് എല്ലാം തന്നെ പങ്കെടുക്കുകയുണ്ടായി. നമ്മളിപ്പോൾ റിസൾട്ടും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പം വളരെ നല്ല ഇലക്ഷനായിരുന്നു. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ഒരു പാർലമെന്റിലെ പോലെ നിയമസഭയിലൊക്കെ എങ്ങനെയാണോ ഇലക്ഷൻ നടക്കുന്നത് അതേ രീതിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ പിന്നെ ഇലക്ഷൻ ഓഫീസേഴ്സ് എല്ലാവരും തന്നെ പ്രിസൈഡിംഗ് ഓഫീസർ, അതുപോലെ തന്നെ ഫസ്റ്റ് പോളിംഗ്, സെക്കൻഡ് പോളിംഗ്, അങ്ങനെ സിസ്റ്റമാറ്റിക്കായ ഒരു രീതിയിൽ നമുക്ക് നടത്താൻ സാധിച്ചു. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം ഇലക്ഷൻ പ്രക്രിയ എങ്ങനെ നടക്കുന്നുവെന്ന് നല്ല ബോധ്യം ഉണ്ടാകാൻ സാധിച്ചു. ഓരോ നമ്മുടെ രാജ്യത്ത് ഇലക്ഷനിൽ കൂടെയാണ് അധികാരത്തിൽ വരുന്നത്. അതിൻ്റെ ആവശ്യകത എന്താണെന്നും അത് നമ്മുടെ രാജ്യത്ത് നൽകുന്ന പോസിറ്റീവ് മെസ്സേജ് എന്താണെന്നും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, പല ക്ലാസ്സുകളിലും ഒറ്റ ഒരു കാൻഡിഡേറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും. നല്ല നല്ല ആൾക്കാരെ നമുക്ക് പൊളിറ്റിക്സിൽ ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ വന്ന കാലത്ത് എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആകാനേ ഉള്ളൂ. അതല്ല, നമുക്ക് നല്ല പൊളിറ്റീഷ്യൻസിനെ ആവശ്യമാണ്. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും പൊളിറ്റിക്സ് എന്തോ ഒരു മോശം കാര്യമാണെന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാൻഡിഡേറ്റ്സിന് എണ്ണത്തിൽ കുറവുണ്ടായത്.
അടുത്ത വർഷം ശരിക്കും എല്ലാ ക്ലാസ്സിലും കൂടുതൽ കാൻഡിഡേറ്റുകൾ കൂടെ വരാനൊരു സംവിധാനം ഒരുക്കുന്നത് നന്നായിരുന്നു. അവർക്ക് ഒരു ബോധവൽക്കരണം നൽകണം. ഈ വർഷം വളരെ വ്യക്തമായിട്ട് നമ്മൾ എല്ലാ ക്ലാസ്സിലും 5ാം ക്ലാസ് മുതൽ 5, 6, 7, 8, 9, 10 ഹയർ സെക്കൻഡറി മുഴുവൻ ക്ലാസ്സുകളിൽ BHS എല്ലാ ക്ലാസ്സിലും വളരെ വ്യക്തമായിട്ട് ബോധവൽക്കരണം എല്ലാ കുട്ടികൾക്കും എന്താണ് ഇലക്ഷൻ, അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഇലക്ഷൻ എന്നായിരുന്നു, ആദ്യത്തെ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ മുതൽ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് കുട്ടികളെ ബോധവൽക്കരണം ചെയ്തതിൻ്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ അതിശക്തമായിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു നമ്മുടെ സ്കൂളിൽ നിന്ന് ഈ പ്രാവശ്യം നടന്നത്. അടിപൊളി ഇലക്ഷനായിരുന്നു. എല്ലാം നടക്കുന്ന രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. ഇലക്ഷന് ശേഷമുള്ള റിസൾട്ട് അറിഞ്ഞോ? ആ ശരി. ഇലക്ഷന് ശേഷമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ജയിക്കുന്നവരായാലും തോക്കുന്നവരായാലും നമ്മുടെ കുട്ടികളാണ്. അതിനകത്ത് ശത്രുതയോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നിച്ച് ഒരേ മനസ്സോടെ സൗഹാർദ്ദത്തോടെ സ്കൂളിൻ്റെ മേന്മയ്ക്കായി പ്രവർത്തിക്കുക. പ്രതിപക്ഷ ബഹുമാനവും കാര്യങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുക. ശരി. അപ്പോൾ ഒരു വിജയത്തെ പറ്റി നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ മാത്രമല്ല കുഴപ്പമില്ല, എല്ലാവരും വോട്ട് തന്നു. മറ്റൊരു സ്ഥാനാർത്ഥിയില്ലാത്ത സ്വന്തം വിജയത്തിൽ സന്തോഷിക്കും. ഈ വിജയത്തെ പറ്റി സന്തോഷമായി. അതെ, ഉണ്ടായിരുന്നു. അങ്ങനെയില്ല, ഇത്രയും പേര് വിജയിക്കുമ്പോൾ എല്ലാ ക്ലാസ്സിലുള്ള വിജയികളെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അവരെ അവിടെ അങ്ങേറ്റം എന്താണ് പറയാനുള്ളത്? നല്ല സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ക്ലാസ്സിനെ നല്ലപോലെ നോക്കണമെന്ന് ആഗ്രഹം. മോനെന്താ പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു? പ്രതീക്ഷിച്ചായിരുന്നോ? പ്രതീക്ഷിച്ചില്ല? പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? മോന് സന്തോഷമുണ്ടോ? ഇപ്പം മോന് തോന്നുന്നു സന്തോഷമുണ്ട്. ജയിക്കലും പ്രതീക്ഷയുണ്ട്. മോൻ എന്താ പറയാനുള്ളത്? ഹാപ്പിയാണ്. സന്തോഷം. മോളെ സന്തോഷമുണ്ട്. ടൈ വരുമായിരുന്നു, അങ്ങനെയാണ് കിട്ടിയത്. എന്താണ് പറയാനുള്ളത്? ക്ലാസ്സിൽ നിന്ന് കൂടെ മത്സരിക്കാൻ ആരില്ലായിരുന്നു. അതെ, അപ്പോൾ ഒറ്റയ്ക്കായിരുന്നു. അതെ, സന്തോഷമുണ്ട്. അതെ, അതെ. എന്താ മോന് പറയാനുള്ളത്? എന്താ സന്തോഷമുണ്ട്. ക്ലാസ്സിൽ പത്തൊക്കെ ഉണ്ട്, പുതിയ റൂൾസ് ഒക്കെ കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. വളരെ നല്ല അഭിപ്രായമാണ്. അശ്വൻ